നേരത്തെ പറഞ്ഞ MG മിനിമം ഗ്യാരണ്ടിയുള്ള മലയാളത്തിലെ അപൂർവം സിനിമാക്കാരിലൊരാളാണ് താങ്കൾ. ഞാൻ മാത്രമല്ല, ഈ അഭിനയത്തിൽ ആ ഒരു നിലവാരം നിരന്തരം സൂക്ഷിക്കുന്നുവെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പറയാൻ ആഗ്രഹിച്ച ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ആക്ടിങ്ങിൽ കൺസിസ്റ്റൻസി നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. താങ്കൾക്കതിന് സാധിക്കാറുണ്ട്. അത് രണ്ട് തരത്തിലുള്ള ഏത് ലെവൽസിലുള്ള കഥാപാത്രം ചെയ്യുമ്പോഴും ആ കൺസിസ്റ്റൻസി താങ്കൾ നിലനിർത്തുന്നുണ്ട്. ബോഡി ലാംഗ്വേജിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി താങ്കൾക്ക് സാധിക്കാറുണ്ട്. അതെങ്ങനെയാണ് താങ്കൾ അത് നിലനിർത്തുന്നതെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അങ്ങനെ അതാണ് ഞാൻ ഞെട്ടിയിരിക്കുന്നത്. കാരണം ഇവരൊക്കെ മറ്റേ അഭിനയ സ്കൂളിലൊക്കെ ആളുകളാണ്. അതെ, തിയേറ്ററിലൂടെ വന്ന നമ്മളൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. നമ്മൾ പുല്ലേപ്പടി യൂണിവേഴ്സിറ്റി പഠിച്ചത്. അത് തന്നെ നമ്മൾ പാസ്സായിട്ടില്ല. അല്ല, സീരിയസ് ആയിട്ട് പറയുന്നത്. ഇപ്പം ഇതിനകത്ത് അഭിനയം ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. ഒരു സ്ക്രീൻ അറിയാം, അതിന് മുമ്പിലിരിക്കുന്ന ആളുകളറിയാം, ആളുകളുടെ അവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് ആ സിനിമ കാണാനറിയാം എന്ന് പറയുന്ന കാര്യങ്ങൾ അറിയൂ. ഞാനൊരു സിനിമയ്ക്ക് ഗെറ്റപ്പിൻ്റെ കാര്യത്തിൽ ഇപ്പം എന്താ പറയുക, മുടി വെട്ടണോ, വിഗ് വെക്കണോ, താടി ചുരുക്കണോ, താടി പഠിച്ചു കളയണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ബോഡി ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ കഥ കേട്ട് ആ സമയത്ത് ആ ഡയലോഗൊക്കെ വന്നിട്ട് മിക്കവാറും ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് വരുന്നൊരു കാര്യം. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഞാൻ ആ പടത്തിലെ പോലെ അല്ല ഈ പടത്തിലെന്ന്. രൂപത്തിൽ മാത്രമല്ല, അയാളുടെ കണ്ണുകളിലും മനസ്സിലും ഒക്കെ അയാൾക്ക് ആ മാറ്റം ഉണ്ടെന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാൻ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ എന്ന് പറയുന്ന സംഭവം ഇത് ഞാൻ തന്നെയാണോ? അത് ഞാൻ തന്നെയാണ്. എനിക്ക് എങ്ങനെ പറ്റി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ കുറച്ച് നേരത്തെ ഈ ഒഴിമുറിയുടെ ക്ലിപ്പിട്ടപ്പോൾ എനിക്ക് കണ്ണറിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അസലായിട്ടുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം എന്നെപ്പറ്റി പോലും ഞാൻ അങ്ങനെ പറയാനായിട്ട് എനിക്ക് കിട്ടേണ്ട അംഗീകാരം നമ്മൾ പറയും. നല്ലതാണെങ്കിൽ ഞാൻ പറയും, മോശമാണെങ്കിൽ. ഷട്ടറിലെ അഭിനയം അതാ എനിക്ക് 24 മണിക്കൂർ അത് ഭയങ്കര സംഭവമായിരുന്നു. ആ പടത്തിൽ വിളിച്ചപ്പോൾ ഈ നെടുമുടി വേണുവിൻ്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചു, വേണിച്ചേട്ടൻ എങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം? വേണിച്ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഈ കഴുത്തിന് താഴേക്ക് തളർന്ന് കിടന്നിട്ട് ബെഡിലിങ്ങനെ കിടക്കുക, വരിക ഇരിക്കുക, അങ്ങനത്തെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. മടി, കാരണം ഒന്നും ചെയ്യണ്ടല്ലോ, നടക്കണ്ട, ഡയലോഗ് പഠിക്കണ്ട, പറയാനുള്ള ഡയലോഗ് പതുക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുത്തിട്ട് പതുക്കെ പറഞ്ഞാൽ മതി, ഒരു ജോലിയില്ല, ഷോട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടക്കാം. അപ്പം അങ്ങനത്തെ റോൾ ചെയ്യാൻ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഈ ഷട്ടറിനെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു മുറിക്കാത്ത ആളുകളെയും കാണണ്ട, ജനത്തിരക്കുമില്ല, അവിടെ ഇരുന്നിട്ടാണ് ഒരു 65% അതിനകത്ത് തന്നെ. പക്ഷെ അത് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായതാണ്. നമ്മുടെ ഈ ശരീരവും അതൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മുടെ മുഖം കൊണ്ടും ശബ്ദത്തിൻ്റെ ഇത് കൊണ്ടിട്ട് മാത്രം പകരം വെക്കാനില്ല, താങ്കൾ തന്നെ വേണം. അത് കേൾക്കാൻ ആംബിയൻസ് ഇല്ല, താങ്കളുടെ ഒരു രൂപവും താങ്കളുടെ ഭാവചേഷ്ടകൾ. പക്ഷേ ജോയ് മാത്യു ഒന്ന് കഥ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾക്ക് അഭിനയിച്ചു കൂടാൻ? എനിക്ക് ജോയ് മാത്യു എന്ന പടത്തിന് കറക്റ്റായിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദുബായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ലക്ഷണമുണ്ട്, അതിനകത്തുള്ള റഷീദിൻ്റെ ഒരു മുഖച്ഛായ ഉണ്ട്, ഇയാളുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടൻ, അത് മിടുക്കൻ അയാൾ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്താൽ പോലും എന്തിനാ എന്നെ കൊണ്ടുവരണം? ഞാൻ അഭിനയിച്ചുകൊണ്ട് ഇതിനകത്ത് ആളൊന്നും അഡീഷണലായിട്ടൊന്നും വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് ഗംഭീരമായിരിക്കും. പുള്ളി പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പുള്ളി നടനൊക്കെയാണെന്ന്. അറിയാമായിരുന്നു, ഞാൻ നിർബന്ധിച്ച ആളെ കൊണ്ട് ചെയ്യിച്ചാനെന്ന്. പുള്ളി പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അഭിനയിക്കുന്നത്. താങ്കളോട് ഒരുപാട് സിനിമകളിൽ ഭാഗവാക്കായ ഒരാളാണ് മുകേഷ്. നല്ല സൗഹൃദമാണല്ലേ? പിന്നെ ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുകേഷ് കോൺട്രിബ്യൂട്ട് ചെയ്യൂ? ചർച്ച ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ നമ്മൾ ആ പരിപാടിയില്ല. കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്കഷൻ ടൈമിലൊന്നും ആർട്ടിസ്റ്റുകളെ നമ്മളങ്ങനെ വിളിക്കാറില്ല. കഥ എല്ലാം കംപ്ലീറ്റ് ഒരു ഇംപ്രവൈസേഷനൊരു സ്കോപ്പ് നടന്മാർക്ക് കൊടുക്കും. ഉറപ്പായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ട മറ്റേ റാംജി റാവുവിലെ മുണ്ട് സീനില്, അതാ ശരിക്കും നല്ല ഇംപ്രവൈസേഷൻ നടന്ന സീനാണ്. അത് പിന്നെ ഇന്നസെന്റ് തന്നെയാണോ അതോ മുകേഷിനാണോ? മുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാണ്. പക്ഷേ ഈ മുണ്ട് എന്നൊക്കെ പറഞ്ഞു അത് അപ്പോൾ അവിടെ വെച്ചുണ്ടായതാണ്. പക്ഷെ ആ മുണ്ടെടുത്ത് ഇവിടെ കൊടുത്തിട്ട് അത് ഇപ്പുറത്തോട് പാസ് ചെയ്തു എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്തതാണ്. അതാണ് കൃത്യമായിട്ട് പറഞ്ഞെന്നറിയില്ല, പക്ഷെ ആ സമയത്ത് പ്ലാൻ ചെയ്തു. അങ്ങനെ സ്വാതന്ത്ര്യം നടന്മാർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേണ്ട, ഇവർക്കൊക്കെ ഉള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ അവർക്ക് അപ്പം അത് മനസ്സിലാവും, പറയേണ്ടി വരില്ല. നമ്മുടെ മുഖത്തുണ്ട്. ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെയല്ല, വന്ന് പറഞ്ഞ് നമ്മളത് ഒന്ന് പ്രകടിപ്പിച്ചു എന്നിട്ട് മനസ്സിലായത് വീണ്ടും, അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, അതുകൊണ്ട് വീണ്ടും പറഞ്ഞ്
അതൊരു ശല്യമായിട്ട് മാറുന്ന ചില ആളുകളുണ്ട്. അവരെയൊക്കെ നമുക്ക് പേടി. നമുക്കൊന്നത് അത് വേണ്ടാന്ന് ഒരു പറയാൻ സട്ടിലായിട്ട് കാര്യം വ്യക്തമാവും. വലിയ കാര്യമായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ട് നമുക്ക് നോ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരാളല്ലേ, ഒരാളെ കൊണ്ട് പിണക്കാൻ ബുദ്ധിമുട്ടാണ്. മുകേഷ് എന്തോ പറയാനുണ്ട്? ഒരു സംവിധായകൻ എന്ന നിലയിലും ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലും നടനെന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും ഞാൻ ലാലിനെ കണ്ടിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും തന്നെ ലാല് വിജയം കൊയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ലാൽ അഭിനയിച്ച ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ, സംവിധാനം ചെയ്ത ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ, നിർമ്മിച്ച ഒരു സിനിമ വിജയിക്കുമ്പോഴാണോ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും? അപ്പോൾ ലാൽ ഒരു പക്ഷേ പറയും, മൂന്നും എൻ്റെ കുഞ്ഞുങ്ങളാണ്, മൂന്നിനെയും എനിക്ക് ഒരേപോലെ കണക്കാക്കാൻ അതൊക്കെ പഴയ ഒരു രീതിയാണ്. അതുകൊണ്ട് ചോദ്യം ഞാനൊന്ന് മാറ്റുകയാണ്, ഇത് മൂന്നിൽ ഏത് വിജയം വരുമ്പോഴാണ് ലാലിൻ്റെ ഫാമിലിക്ക് സന്തോഷം? അത് നിർമ്മാതാവെന്നുള്ള അല്ല, ഇനി ഒരാൾ കൂടെ ഒരു പക്ഷേ അത് സമാനമായൊരു ചോദ്യമുണ്ട്, ഒരുമിച്ച് കൈകാര്യം ചെയ്യാം നമുക്ക്. അപ്പോഴേക്ക് ആലോചിക്കാൻ സമയം കിട്ടും കേട്ടോ ലാല്. എനിക്കൊറ്റ ചോദ്യമേ ഉള്ളൂ, എനിക്കിപ്പോൾ കൺഫ്യൂഷനാണ്. ലാല് ഒരു നല്ല പ്രൊഡ്യൂസറായിട്ടാണോ ഇനി ഭാവിയിൽ വരുന്നത്, നല്ലൊരു സംവിധായകനായിട്ടാണോ, അതോ ലാല് ഒരു നല്ല അഭിനേതാവാകാനാണോ ലാൽ ആഗ്രഹിക്കുന്നത്? എന്താണ് ലാലിൻ്റെ ഐഡിയ? മുകേഷ് അത് കടത്തി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ യാന്ത്രികമായിട്ട് ചില മറുപടിയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുന്നൊരു സ്വഭാവക്കാരനാണ് ലാല്. അയാളെ കടന്ന് ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ വഴുതി പോകും എന്ന് മുകേഷ് നന്നായിട്ട് അറിയാം. അല്ല, മുകേഷ് ഭയങ്കര ഭീകരനാണ്. കാരണം ഇപ്പം മുകേഷിന് കിട്ടിയത് എന്തോ എത്ര പറയാ 10-20 സെക്കൻഡ് ടൈമാണ്. സാധാരണ ഇവർ വന്ന് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇരുന്ന് കൈയടി വാങ്ങിക്കുക എന്ന് പറയുന്നത്, ആ സ്ക്രീനിൽ വന്നിട്ട് കൈയടി വാങ്ങിക്കാൻ പറ്റിയ 20 സെക്കൻഡ് കൊണ്ടിട്ടെന്ന് പറയുന്നതാണ് അങ്ങേറ്റം എടുക്കും. ചോദ്യം ഉത്തരം പുള്ളി തന്നെ പറഞ്ഞു. മിക്കവാറും ഞാൻ ആ ഉത്തരം തന്നെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ പറയാം. സാധാരണഗതിയിൽ പറയുന്നത് അത് തന്നെ ആയിരിക്കുള്ളൂ. കാരണം വെച്ചാൽ അതൊക്കെ തന്നെയാണ് അതിൻ്റെ സത്യം. ഇത് മൂന്നും സംതൃപ്തി. ഇത് വീട്ടുകാരെ എന്താണെന്ന് ചോദിച്ചാൽ അവസാനം ഉറപ്പായിട്ടും വീട്ടുകാർക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടം സക്സസ് ആകുന്നത് തന്നെ ആയിരിക്കും ഇഷ്ടം. സംവിധാനം ചെയ്ത പടം ജീനിന് എന്താ താല്പര്യം? ലാൽ എന്നുള്ള സംവിധായകനെയാണോ? ഒരുപക്ഷെ ജീൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും അല്ലേ, ഒരു സിനിമയുടെ ഒരു ക്രാഫ്റ്റും കാര്യം. അവൻ തന്നെ ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് അവന് അല്ലേ, അവന് ഞാൻ ഭയങ്കര ഡയറക്ടറാണ് അല്ലെങ്കിൽ ഭയങ്കര സെൻസുള്ള ആളാണെന്നുള്ള തെറ്റിദ്ധാരണ അവനുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. അല്ലെങ്കിൽ പപ്പ ഇതിനകത്ത് ഇറങ്ങുകയാണെങ്കിൽ, പപ്പ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിരിക്കും. പപ്പ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന പപ്പ എന്ന് വല്ലാണ്ട് മനസ്സിൽ വളർത്തി വെച്ചിട്ടുണ്ട്. അവനൊരു വല്ലാത്ത പയ്യനാണല്ലോ, ഇത്രത്തോളം അന്ധമായിട്ടൊരു ധാരണ. എന്നാലും അവന് പറയാനുള്ള ചില കാര്യങ്ങൾ അവൻ ശക്തമായിട്ട് പറയുകയും ചെയ്യും. അവൻ തന്ത്രശാലിയായിരിക്കും. നിങ്ങൾ വലിയ മഹാനാന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ന്യൂനത പറയുന്നത്. എന്നുവെച്ചാൽ ലാലിലെ നയന്ത്രത ഒരുപക്ഷെ മകനിലേക്ക് പാർന്നിട്ടുണ്ടോ? ശരി, വേണം ഒരു കാര്യം, അവനെ ഇപ്പോൾ കൊണ്ടുവന്നില്ലെങ്കിൽ അവൻ പടങ്ങ് പോകും. അതാണ്. ഞാനും പപ്പയും ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സിനെ പോലെയാണ്. ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുതിയതായിട്ട് എന്തോ ഈ ഷോയിൽ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ആരെങ്കിലും എന്നെപ്പറ്റി ഒരുപാട് പേര് കാണുന്നൊരു ചാനലിൽ പൊക്കി പറയുന്നത് കേൾക്കാൻ. അതുകൊണ്ട് പപ്പയ്ക്ക് എന്താണ് എന്നെപ്പറ്റി അഭിപ്രായം? സന്തോഷമുള്ള കാര്യം വേറെ ഒന്നല്ല. ഇതിന്റെ അടുത്തുണ്ടെന്ന് എനിക്കറിയായിരുന്നു, എന്നെ ഒന്ന് കവർ ചെയ്ത് പോകണമെന്ന് എനിക്കറിയായിരുന്നു. പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭയങ്കര സന്തോഷമുണ്ട് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ മുകേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെറിയ സ്ഥലത്ത് പോലും അത് പഞ്ചിങ് ആയിട്ടൊരു കാര്യം പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ സക്സസ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അവനത് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ കാര്യത്തിനകത്താണെങ്കിൽ ഇപ്പോൾ അതിനകത്തൊരു ഹ്യൂമറിൻ്റെ എലമെന്റ് അതിനകത്ത് വന്നു എന്നൊക്കെ പറയുന്നത്, അതുണ്ടാക്കാൻ പറ്റുന്നത് നിസ്സാര കാര്യമല്ല. അതാണ് പലർക്കും പറ്റാത്തത്. 2 മണിക്കൂറൊക്കെ പ്രസംഗിച്ച് നശിപ്പിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ഒരു മിനിറ്റ് സംസാരിക്കുന്ന ചിലർ ഒന്ന് ഭയങ്കര സ്കോർ. ഒരുപക്ഷെ ലാൽ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അവൻ പേരുദോഷം ഉണ്ടാക്കില്ല. ഉറപ്പായിട്ടും അതല്ലേ ലാൽ അവനെ. കാരണം എനിക്ക് അവൻ്റെ കഴിഞ്ഞ പടത്തിൽ തന്നെ ഞാൻ അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ.